ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും കവർച്ചക്കാർ സ്വൈര്യവിഹാരം നടത്തുമ്പോൾ ജനം ഭീതിയിൽ. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മോഷണവും 1 കവർച്ചാശ്രമവും നടന്നു. മൂവാറ്റുപുഴ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും കവർച്ചക്കാർ സ്വൈര്യവിഹാരം നടത്തുന്നതിനാൽ ജനം ഭീതിയിലാണ്. വ്യാഴാഴ്ച പുലർച്ചെ 2 മോഷണവും 1 കവർച്ചാശ്രമവും നടന്നു. നഗരഹൃദയഭാഗത്ത് തസ്കര ഭീഷണി വർദ്ധിക്കുമ്പോഴും പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിയുന്നില്ല. ആരക്കുഴ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കൈലാസനാഥൻ നാളികേര വ്യാപാര കേന്ദ്രത്തിൽ നിന്ന് 14,000 രൂപയാണ് കവർന്നത്. ഈ സ്ഥാപനത്തിന് 200 മീറ്റർ മാത്രം മാറി സ്ഥാപിച്ചിട്ടുള്ള പേട്ട മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ ഭണ്ഡാരത്തിന്റെ താഴ് തകർത്ത് കവർച്ച നടത്തി. എത്ര പണം നഷ്ടപ്പെട്ടെന്ന് കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ പുലർച്ചെ 5ഓടെ 130 ജംഗ്ഷനിൽ താമസിക്കുന്ന നഗരസഭാ കൗൺസിലർ VA ജാഫർ സാദിഖിന്റെ വീട്ടിലും മോഷ്ടാവെത്തി. ഷർട്ട് ധരിക്കാതെ മുണ്ടുടുത്തെത്തിയ ആൾ വീടിന്റെ പൂമുഖത്ത് കയറി മുൻവാതിൽ തുറക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. പ്രധാന റോഡിലൂടെ വാഹനങ്ങളും പ്രഭാത സവാരിക്കാരും കടന്നുപോയെങ്കിലും യാതൊരു കൂസലുമില്ലാതെ 4 മിനിറ്റോളം ഇയാൾ വാതിൽ തുറക്കാൻ ശ്രമം നടത്തി. പിന്നീട് വീടിന്റെ പിൻഭാഗത്തേക്ക് പോകുന്നതും CCTV ദൃശ്യത്തിലുണ്ട്. പട്ടാപ്പകൽ നഗരമധ്യത്തിൽ ബൈക്കിലെത്തിയ ആൾ അംഗൻവാടി ടീച്ചറുടെ സ്വർണ്ണമാല കവർന്നത് ഇക്കഴിഞ്ഞ 13-നാണ്. വൈകിട്ട് 3:50ഓടെ ജനശക്തി റോഡിലാണ് തൃക്ക അംഗൻവാടിയിലെ അധ്യാപിക കുര്യന്മല കൊടുങ്ങോട്ടുപറമ്പിൽ ബിന്ദുവിന്റെ കഴുത്തിൽ നിന്ന് 2.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയും 1/4 പവനിലധികം തൂക്കം വരുന്ന താലിയും ഏലസും ബൈക്കിലെത്തിയ യുവാവ് പൊട്ടിച്ചെടുത്ത് കടന്നു കളഞ്ഞത്. പോലീസ് എത്തി സംഭവ സ്ഥലത്തെയും സമീപ പ്രദേശങ്ങളിലെയും CCTV ക്യാമറകൾ പരിശോധിച്ചെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല. 2 ദിവസത്തിനു ശേഷം കവർച്ചയ്ക്ക് ഉപയോഗിച്ച ബൈക്ക് കാവുങ്കര ഭാഗത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ആൾതാമസമില്ലാത്ത വീടിന്റെ വാതിൽ കുത്തിത്തുറന്ന് മോഷണം നടത്തിയിരുന്നു. മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ സമീപം അടഞ്ഞുകിടന്നിരുന്ന പുൽപ്പറമ്പിൽ സെബാസ്റ്റ്യൻ മാത്യുവിന്റെ വീട്ടിലാണ് പുലർച്ചെ മോഷണം നടന്നത്. സെബാസ്റ്റ്യനും ഭാര്യ മേരിക്കുട്ടിയും മക്കളും വർഷങ്ങളായി മസ്കറ്റിലാണ് താമസം. വീടും സ്ഥലവും നോക്കി നടത്തുന്ന ആൾ രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ പ്രധാന വാതിലും പിൻവശത്തെ വാതിലും പൂട്ട് തകർത്ത നിലയിലായിരുന്നു. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം നഷ്ടപ്പെട്ടതായാണ് വിവരം. പോലീസും ഫോറൻസിക് വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും മോഷ്ടാവിലേക്ക് എത്താനായിട്ടില്ല. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ ഹൈസ.